ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജർമ്മനിയിലെ ഹൈഡൽബർഗ് പാലസിലുള്ള അപ്പോത്തക്കി മ്യൂസിയം നമുക്ക് കാണാം. ഈ ഫാർമസി മ്യൂസിയത്തിൽ ഏൻഷ്യൻ മുതൽ മോഡേൺ സിസ്റ്റം വരെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഇന്ത്യയിലെ ട്രഡീഷണൽ മെഡിസിൻ പോലെ തന്നെ ലോകത്തിലും ഹ്യൂമറൽ തിയറി ബേസ്ഡ് ആണ് ഏൻഷ്യൻ മെഡിസിൻ. ഇന്ത്യയിലെ മെഡിസിൻസും ഹെർബ്സും ഇവിടെ ഉപയോഗിച്ചിരുന്നു. ആൽക്കമി എന്ന പ്രോസസ്സ് ഒരു മെറ്റലിനെ മറ്റ് മെറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. അത് സിദ്ധയിൽ പ്രധാനമായിട്ടുള്ളതാണ്. അത് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്, ഈ മ്യൂസിയത്തിൽ കാണിച്ചിട്ടുണ്ട്. ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴി ഉണ്ടാക്കുന്ന മെഡിസിൻസ് ഉണ്ട്, അതിൻ്റെ മെഷീനാണ് ഇവിടെ. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആസ്പിരിൻ പോലുള്ള മെഡിസിൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത് കുട്ടികളുടെ മെഡിസിനാണ്, അതിൻ്റെ സെക്ഷൻ കിൻഡർ അപ്പോത്തക്കി. ഇത് ഹോമിയോ മെഡിസിനാണ്. സാമുൽ ഹാനിമാൻ ജർമ്മനിയിലാണ് ഇതിൻ്റെ ഫൗണ്ടർ, ഹോമിയോ മെഡിസിൻ്റെ ഫൗണ്ടർ. ഹോമിയോ മെഡിസിൻ്റെ പല സെക്ഷനാണ് ഇവിടെ കാണുന്നത്. ഇത് ഇന്ത്യൻ ഡ്രഗ്സ് അവിടെ ഉപയോഗിച്ചിരുന്നതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇഞ്ചി, കുരുമുളക്, അങ്ങനെ ഒരുപാട് മെഡിസിൻ ഉണ്ട്. കുന്നിക്കുരു, അനാകാഡിയ, ഒരുപാട് മെഡിസിൻ ഇന്ത്യയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം അത് അന്ന് ഉപയോഗിച്ചിരുന്ന മെഡിസിൻസ് ആണ്. അവിടെ ട്രഡീഷണൽ മെഡിസിനെ പറ്റി ചോദിക്കുന്ന ഒരു ഡിസ്പ്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ടോക്സിസിറ്റീനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഏത് മരുന്നാണെങ്കിലും കറക്റ്റ് അളവിൽ കൊടുക്കണം എന്നുള്ളതാണ് അതിലവർ പറയുന്നത്. അല്ലെങ്കിൽ പോയ്സൺ ആകും, അല്ല കറക്റ്റ് അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മെഡിസിനും പോയ്സൺ അല്ല. ആദ്യകാലത്ത് മൈക്രോസ്കോപ്പ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഹൈഡൽബർഗ് പാലസിലെ മറ്റു ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വൈൻ ബാരലാണ്. അത് ഇവിടെ ഹൈഡൽബർഗ് പാലസിലാണുള്ളത്. ഹൈഡൽബർഗ് പാലസ് ജർമ്മനിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ജർമ്മനിയിൽ പോകുമ്പോൾ അത് കാണാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.